EVM ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും IT ആപ്ലിക്കേഷൻസ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി ഉപയോഗിച്ച് വരികയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നിശ്ചിത ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിൽ വേണം നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത്. നാമനിർദ്ദേശ പത്രിക നിശ്ചിത ഫോറത്തിൽ ഫോം 2-ലാണ് നോമിനേഷൻ നൽകേണ്ടത്. പത്രികയോടൊപ്പം ഫോം 2A അതിൽ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും ബാധ്യതയുടെയും കുടിശ്ശികയുടെയും കാര്യങ്ങളും ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളുമെല്ലാം തന്നെ ഈ ഫോം 2A നൽകേണ്ടത്. അത് നോമിനേഷൻ പേപ്പറിനോടൊപ്പം നൽകേണ്ടതാണ്. സ്ഥാനാർത്ഥി ഡിപ്പോസിറ്റായി നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിൽ 2000 രൂപ, ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും 4000 രൂപ, ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 5000 രൂപയുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പകുതി തുക നൽകിയാൽ മതിയാകും. സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ നൽകുന്ന ദിവസം 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുമ്പാകെ നിശ്ചിത ഫോറത്തിൽ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ നടത്തി ഒപ്പിട്ട് നൽകുകയും വേണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം 3 അകമ്പടി വാഹനങ്ങൾ മാത്രമേ 100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ. വരണാധികാരി ഉപവരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ വരണാധികാരിയുടെ റൂമിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാവുകയുള്ളൂ. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച വിശദമായ മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ബന്ധപ്പെട്ട വിതരണ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടെണ്ണും തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളെണ്ണും. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും എണ്ണുക. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും എണ്ണുക. വോട്ടെണ്ണൽ പുരോഗതി അപ്പോൾ തന്നെ ട്രെൻഡ് സോഫ്റ്റ്വെയർ വഴി ലഭ്യമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞാ തീയതി ആദ്യ യോഗം വിളിച്ചു ചേർക്കുന്നത് സംബന്ധിച്ചും സത്യപ്രതിജ്ഞാ തീയതിയും ആദ്യ യോഗം വിളിച്ചു ചേർക്കുന്നത് സംബന്ധിച്ചും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. അതനുസരിച്ചുള്ള തുടർ നടപടി ബന്ധപ്പെട്ട വരണാധികാരികൾ സ്വീകരിക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കമ്മീഷൻ നിശ്ചയിക്കുന്ന തീയതികളിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകൾ നടത്തും. പ്രാദേശിക ഭരണം ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ വളരെ പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സമ്പൂർണ്ണ സഹകരണം നീതിപൂർവവും സത്യസന്ധവും ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ്.